മക്കളുടെ ഹൃദയത്തെ ഞങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളുടെ മേല കൃപ കർത്താവ് പകർന്നിരിക്കുക. ദൈവവചനം അല്പമായി ശ്രവിക്കാം. ഈ വചനം അയച്ച് ദൈവം നിങ്ങളെ സൗഖ്യമാക്കും, വിടുവിക്കും, അനുഗ്രഹിക്കും. വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കാം. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവദാസനെ ദൈവനാമത്തിൽ ക്ഷണിച്ചു. ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയുള്ള അല്പസമയം മാത്രമാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന്. ഇപ്പോൾ മാനസാന്തരപ്പെടണം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. അപ്രകാരമായിരിക്കണം സകല മനുഷ്യനുമെന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആയതിനാൽ മാനസാന്തരപ്പെടുവിൻ, അല്ല എങ്കിൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് കർത്താവ് പറയുക. കാരണം ഈ ലോകം നമുക്ക് അനുകൂലമല്ല, അതെപ്പോഴും നമുക്ക് പ്രതികൂലമാണ്. നമുക്ക് പ്രതികൂലമാണെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് അത് പ്രതികൂലമാണ്. പ്രതികൂലമെന്ന് പറയുമ്പോൾ നമുക്ക് അനുകൂലമല്ലാത്ത അവസ്ഥ. അനുകൂലമല്ലാത്ത അവസ്ഥയിൽ കൂടി ശിഷ്യന്മാര് പടക ഒന്ന് തുഴഞ്ഞു നോക്കി. ഗലീല കടലിനെ ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് യേശുവിന്റെ ശിഷ്യന്മാർ. 21 കിലോമീറ്റർ നീളവും 11 കിലോമീറ്റർ വീതിയുമുള്ള ഗന്നസരേത്ത് തടാകമെന്നും മറ്റൊരു പേര് ഗലീല കടൽ. ആ കടലിൽ യേശുവുമായി ഇവർ ഗന്നസരേത്ത് ഗദരദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയും പടകുമായി അവര് തടാകത്തിൽ കൂടി മുൻപോട്ട് പോകുമ്പോൾ അതിഭയങ്കരമായ കൊടുങ്കാറ്റിനെ തുടർന്ന് അതിരൂക്ഷമായ തിരമാലകളും പടകിനെ ആഞ്ഞടിച്ചത് കടലിൽ മുങ്ങുവാറായപ്പോൾ അവർ യേശുവിനെ വിളിക്കുവാൻ ഇടയായി. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ദുഃഖമില്ലേ? യേശു ഉറക്കമുണർന്ന് കാറ്റിനെ ശാസിക്കുകയും കടലിനോട് ശാന്തമാക്കുവാനും പറഞ്ഞു. കാരണം കടലിന്റെ അലറുന്ന തിരമാലകളെ നമുക്ക് കാണുവാൻ കഴിയും, എന്നാൽ അതിന് കാരണക്കാരനായ കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയുക. അതാണ് യേശു കാറ്റിനെ ശ്വാസിച്ചു അടങ്ങുക എന്ന് പറഞ്ഞു. അതടങ്ങുവാനിടയായി തിരമാലകളും അടങ്ങി. ഇത് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെ കാണിക്കുകയാണ്. കൊടുങ്കാറ്റും തിരമാലകളുമുള്ള ഈ സാഗരത്തിൽ കൂടിയാണ് നാം ജീവിതം നയിക്കുന്നത്, തലമുറകൾ ജീവിതം നയിക്കുന്നത്. അതൊരിക്കലും നമുക്ക് അനുകൂലമല്ല എന്ന് ദൈവം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പറയുന്നത്. അപ്പോൾ മാനസാന്തരം ഏറ്റവും അനുഗ്രഹപ്രദമാണ്. അത് ദൈവമാണ് നമ്മളിലേക്ക് പകർന്നു തരുന്നത്. ആയതിനാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അത് നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും നമ്മുടെ നന്മയ്ക്കും വേണ്ടിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റൊരു വിഷയം. ദൈവിക ത്രിത്വത്തിലെ പരിശുദ്ധാത്മാവാം ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതാണ് ദൈവിക ത്രിത്വം എന്ന് തിരുവെഴുത്ത് പറയുന്നത്.
അതിലെ പരിശുദ്ധാത്മാവാം ദൈവം പെന്തക്കോസ്ത് നാളിൽ അവരോഹണം ചെയ്ത് സഭയുടെ രൂപീകരണത്തിന് വന്ന പരിശുദ്ധാത്മാവ് സഭയുടെ പൂർത്തീകരണത്തോടും ഉൽപ്രാപണത്തോടും കൂടെ അപ്രത്യക്ഷമാകും. തുടർന്ന് സർവവ്യാപിയായ പരിശുദ്ധാത്മാവ് പഴയ നിയമകാലത്തെന്ന പോലെ ഭൂമിയിൽ ഉണ്ടായിരിക്കും. പാപത്തിന്റെ വ്യാപനത്തെ തടയുന്നത് പരിശുദ്ധാത്മാവ്. പാപത്തിന്റെ വ്യാപനത്തെ എന്ന് പറഞ്ഞാൽ പാപപ്രവർത്തികളെ ഇവിടെ തടഞ്ഞു നിർത്തുന്നത് പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന പാപപ്രവൃത്തികളൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ഇവിടെ ഇല്ല എങ്കിൽ, ഇവിടെ വസിക്കുന്നില്ല എങ്കിൽ. ഏറ്റവും സുരക്ഷിതമായ നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. ആ നിയമങ്ങളെ മനുഷ്യൻ അനുസരിക്കുകയും ഭയപ്പെടുകയും അതിന് കീഴടങ്ങിയിരിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്കും പാപത്തിന്റെ പ്രവൃത്തികൾ ഈ ലോകത്ത് ദൈനംദിനം ഓരോ നിമിഷങ്ങളിലും നടമാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. അതാണ് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. പാപത്തിന്റെ വ്യാപനത്തെ തടയുന്നത് പരിശുദ്ധാത്മാവാണ്. 2 തെസ്സലോനിക്കർ 2:7 അതിനെ ബോധ്യമാക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിനെ തടയുന്നത്, പരിശുദ്ധാത്മാവ് തടയുന്നത് പാപപ്രവൃത്തിയെയാണ്. അപ്പോൾ നമുക്ക് പ്രാപിക്കേണ്ടതും പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളും വ്യക്തമായി തെളിഞ്ഞു വരും നമ്മുടെ കണ്ണിന് മുൻപിൽ. മറ്റൊരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. യേശുവിനും ശിഷ്യന്മാരും വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന് പറയുന്ന കണ്ണു കാണാൻ മേലാത്ത കുരുടൻ വഴിയരികിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. യേശു അവനോട് ചോദിച്ചത്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞത്, എനിക്ക് കാഴ്ച തരണം എന്നാണ്. നമ്മൾ ഈ ലോകത്ത് പലതിനെയും കാണുന്നുണ്ട്, എല്ലാം കാണുന്നില്ല. നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മളിലുമുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ ഇടറിപ്പോകുന്നവരും. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കി തരും എന്ന് സൂചിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യനിലെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കയില്ല. അവൻ ജഡം തന്നെയല്ലയോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമായിരിക്കും എന്ന്. അപ്പോൾ മനുഷ്യന്റെ ആയുസ് ദൈവം വെച്ചിരിക്കുന്നത് 120 സംവത്സരം. ഈ സംവത്സര കാലം മുഴുവൻ പരിശുദ്ധാത്മാവ് നമ്മളോട് വാദിക്കുകയില്ല, നീ രക്ഷിക്കപ്പെടണം, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നീ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമെന്ന് എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് വാദിക്കുകയില്ല. ഇപ്പോൾ പറയുകയാണ്, പ്രിയമുള്ളത്, ഞാൻ വാക്കുകളാൽ പറയുന്നുവെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്നതും പരിവർത്തിക്കുന്നതും ദൈവിക ത്രിത്വത്തിലെ പരിശുദ്ധാത്മാവും ദൈവമാണ് നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുക. എനിക്കതിനുള്ള കഴിവുകളൊന്നുമില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് പുഴയുടെ കരയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരി, ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഹൃദയത്തെ യേശു കർത്താവ് തുറന്നു. അവൾ ദൈവത്തിന്റെ വചനം കേട്ടവൾ രക്ഷിക്കപ്പെട്ടു. അവൾ അവരെ ക്ഷണിച്ചു. ആ സഹോദരിയുടെ വീട്ടിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും.
അപ്പോൾ ദൈവം മനുഷ്യനെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരം. ഒരു മനുഷ്യനും ജഡമാണ്. ആ ജഡത്തെയാണ് വശീകരിക്കുന്നത്. ആ ജഡമാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയെ, മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകളെ, വികാരങ്ങളെയൊക്കെയും പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മാവിനെ ജയിക്കണമെങ്കിൽ, അതിനെ അതിജീവിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സദാകാലവും മനുഷ്യനോട് ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇതാണ് സമയം. ഈ സമയത്ത് നമ്മൾ സമർപ്പിക്കേണ്ടതാണ് യേശുവിനായി നമ്മുടെ ഹൃദയത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്ന ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ദൈവത്താലും വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. വെള്ളത്താൽ നാം കഴുകപ്പെട്ട് ശുദ്ധരായി കാണും. ആത്മാവ് നമ്മളിൽ ലഭിച്ചില്ലെങ്കിൽ, ആത്മാവ് നമ്മളിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ലോക മനുഷ്യരെ പോലെ തന്നെയാണ്. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കണമെന്ന് പറയുന്നത്. അത് നാം അറിഞ്ഞിരിക്കണം. യേശു സ്നാപക യോഹന്നാന്റെ അടുത്ത് ചെന്ന് സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവണ പോലെ അവന്റെ മേലിറങ്ങി, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അങ്ങനെ നമ്മളും പ്രിയമുള്ളവരെ, കേൾക്കുന്നവരെ, നിങ്ങളും ദൈവത്തിന്റെ പുത്രനെന്ന് കേൾക്കുവാനിടയാകണമെങ്കിൽ നിങ്ങൾ വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും നിങ്ങൾ സ്നാനമേൽക്കേണ്ടതുണ്ട്. അങ്ങനെ സ്നാനമേൽക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ കഴിയുന്നത്. യേശു പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു, എനിക്കുള്ളവരും ഈ ലോകത്തെ ജയിക്കറിയാം. അപ്പോൾ ലോകത്തെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ലോകത്തെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവെന്ന ആ അത്യന്ത വ്യാപാരം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. മറിച്ചാണെങ്കിൽ ആ ആത്മാവ് നിങ്ങളിൽ ഇതുവരെയും പ്രവേശിച്ചിട്ടില്ല, അതിനുള്ള അവസരം നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. ആയതിനാൽ അല്പകാലമാണ് നമുക്കിവിടെ ജീവിതമുള്ളത്. ആ ചെറിയ ജീവിതത്തിൽ നമുക്ക് നേടുവാനുള്ളത് ഏറ്റവും വലുത്. അതാണ് യേശു നൽകുന്നത്. അതാണ് യേശുവിന്റെ സ്നേഹം. അതാണ് യേശു നമുക്ക് വേണ്ടി മരിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞത്. ഇപ്രകാരം അപ്പോസ്തലർ പ്രവൃത്തി 1:8 പറയുന്നു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ നിങ്ങൾ യെരൂശലേമിൽ തന്നെ ഇരിക്കണമെന്ന്. കാരണം ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ മാനുഷികമായ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഈ ജഡത്തിന്റെ ബലം പോരാ. ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാം ദൈവം നമ്മളിൽ വസിക്കണം. അങ്ങനെ വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ ലോകത്തെ ജയിക്കാൻ പോകുന്നില്ല, ലോകത്തെ ജയിച്ചിട്ടില്ല, ജയിക്കുകയുമില്ല. ജയിക്കുവാൻ ഒരു വഴിയേ ഉള്ളത് ഇപ്പോഴും നിങ്ങളുടെ മുൻപിൽ തുറന്നു കിടക്കുന്നു. അതാണ് യേശു മാർത്തയോടും മറിയോടും പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, പുനരുദ്ധാനവും ഞാൻ തന്നെ എന്ന്. ആ യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.